സ്ത്രീകളെ മനുഷ്യര് ഇന്ന് ബോൺസായി പോലെ വളർത്തി ഉണ്ടാക്കിയ സ്ത്രീകളാണ് ഈ പറയുന്ന പ്രശ്നം. ാനുള്ള ഉപാധിയായിട്ട് പുരുഷനെ മാറ്റിയത് വഴിയാണ് ഈ സ്ത്രീകൾക്ക് കഴിവില്ലാത്തവരായി മാറുന്നത്. കല്യാണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോട്, മാരേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് എന്താണ് അഭിപ്രായം? അല്ല, മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് രാജഭരണകാലത്താണ്. എന്ന് പറഞ്ഞാൽ പണ്ട് ഗോത്രം ആയിട്ടിരുന്ന കാലത്ത് സ്ത്രീകളെ തെരഞ്ഞെടുക്കുക ചെയ്യുന്നത് അവരുടെ ഇണകളെ, പുരുഷന്മാരല്ല തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ അറിയേണ്ടത് സ്ത്രീകളെ പുരുഷന്മാർ വന്ന് ഊജി. അപ്പൊ അതിനകത്ത് വ്യത്യസ്തരായ ഗുണഗണങ്ങളുള്ള പുരുഷന്മാരിൽ അവർക്കിഷ്ടമുള്ള പുരുഷനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതായിരുന്നു ലോകത്തുണ്ടായിരുന്നു പണ്ട്. അങ്ങനെയായിരുന്നു ഗോത്രത്തിനകത്ത് എപ്പോഴും സ്ത്രീ. അതുകൊണ്ട് സ്ത്രീകളെ ഇണക്കാനാണ് പുരുഷന്മാരെന്ന് ശ്രമിച്ചിട്ടുള്ളത്. അത് പുരുഷനെന്ന് പറഞ്ഞാൽ മനുഷ്യ പുരുഷൻ മാത്രമല്ല, നമ്മുടെ ഞാൻ പാട്ട് പാടുന്ന കുയിലും മയിലും നൃത്തം ചെയ്യുന്ന മയിലും കുഞ്ചുരോമമായിട്ട് നടക്കുന്ന കുതിരയും വലിയ ശബ്ദത്തോടെ അലറുന്ന സിംഹവും എല്ലാം അട്രാക്ട് ചെയ്യാൻ സ്ത്രീകളെ ചെയ്യുന്നവരാണ്. അതിനകത്തുനിന്ന് കൂട്ടത്തിൽ എനിക്ക് പറ്റുന്ന ആളാരാന്ന് കണ്ടെത്തി തെരഞ്ഞെടുക്കുന്നത് സ്ത്രീകളാണ്. ഇങ്ങനെ ജീവിച്ചിരുന്ന സ്ഥലത്തുനിന്ന് മാറി കൃഷി സമൂഹം ഉണ്ടായപ്പോഴാണ് പുരുഷന്മാർ പരസ്പരം പോരടിക്കാനായിട്ട്, ശരീരബലം എന്ന് പറഞ്ഞാൽ പരസ്പരം പോരടിച്ചിട്ട് കൂട്ടത്തിൽ മിടുക്കം നിൽക്കുക എന്നൊരു അർത്ഥമേ ഉണ്ടായിരുന്നു. അവിടുന്ന് പുരുഷന്റെ ബലം എന്ന് പറയുന്നത് മറ്റ് പ്രവൃത്തികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയ കാലഘട്ടമാണ് കൃഷി. അങ്ങനെയാണ് പുരുഷന്റെ ബലം എന്ന് പറയുന്നത് ഓരോ പ്രവൃത്തി ചെയ്യാനായിട്ട് വേണ്ടിയാണ് ഇതുള്ളത് എന്ന് നമ്മൾ പുതിയതായി മനസ്സിലാക്കി മാറ്റിയതാണ്. ഇത് ഒരു വിഭാഗം ജനത വേറൊരു വിഭാഗത്തിനെ പിടിച്ചു കൊണ്ടുവന്ന് അടിമകളാക്കിയപ്പോഴാണ് ബലമുള്ള പുരുഷനെ തെരഞ്ഞെടുക്കുന്നിടത്തേക്ക് മാറിയത്. അങ്ങനെ പുരുഷന്റെ ബലം കെട്ടിടം പണിയാനും മറ്റുള്ള കാര്യങ്ങൾക്കും മാറ്റുന്നിടത്തേക്ക് വന്നപ്പോഴാണ് സ്ത്രീകൾ ദുർബലരാണെന്ന് കാണുന്നത്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അങ്ങനെ ബലത്തിന്റെ ആവശ്യമില്ല. അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ചെയ്യാൻ കഴിയുന്നവരാണ്. അല്ലാതെ ഈ നമ്മൾ ഈ പറയുന്ന പോലെ ദൗർബല്യമൊന്നുമല്ല. അത് ഈ പറയുന്ന ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് പുരുഷന്മാരുടെ ബലം എന്ന് പറയുന്നത് പ്രവർത്തനം ഓരോന്ന് ചെയ്യാൻ. അങ്ങനെയാണ് കുടുംബം പുലർത്തുന്ന പുരുഷനൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ അധ്വാനിച്ച് കുടുംബം പുലർത്തുന്ന പുരുഷൻ എന്ന് പറഞ്ഞ സങ്കല്പം ഉണ്ടാകുന്ന അങ്ങനെ പുരുഷന്റെ ശക്തി മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയത് വഴി പുരുഷപ്രധാനമായ സമൂഹമാണ് പിൽക്കാലത്ത് കൃഷി സമൂഹം എന്ന് പറഞ്ഞാൽ രൂപപ്പെട്ടതുപോലെ. അങ്ങനെയാണ് മറ്റുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ ഈ പുരുഷനെ സഹായിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവരായിട്ട് സ്ത്രീകളെ മാറുന്ന അങ്ങനെയാണ്. സപ്പോർട്ടേഴ്സാണ്, പുരുഷനാണ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ അങ്ങനത്തെ വന്നിരുന്ന ഒരു ടേണാണ് കൃഷി സമൂഹത്തിൽ സംഭവിച്ചത്. അപ്പോൾ പുരുഷന്മാർക്ക് പ്രാധാന്യമുള്ളത് പുരുഷക്കുഞ്ഞ്, അതങ്ങനെയാണ് ആൺമക്കൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ വരെ ഉണ്ടാകുന്നിടത്തേക്ക് എത്തി. അപ്പൊ പെൺമക്കളെ കൊന്നുകളയുന്ന വരെ സ്ഥലത്തായിരുന്നു നിന്നിരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ പുരുഷപ്രധാനമായ സമൂഹം രൂപപ്പെടുന്നത് കൃഷി സമൂഹത്തിലാണ്. പെൺകുട്ടികളെ കൊടുക്കുക അല്ലെങ്കിൽ കെട്ടിച്ചു വിടുന്നതിന് പറയുന്ന വേറൊരു വാക്കാണ് കൊടുക്കുക. അതല്ല, സ്ത്രീകളുടെ ചോയ്സ് പോകുന്നുണ്ട് ഈ തട്ട് സമൂഹത്തിൽ. വിദ്യാഭ്യാസം പറഞ്ഞാല് ഹെറാർക്കിക്കലായിട്ട് വേറൊരു വിഭാഗത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് അടിമകളാക്കിയാണ് ജോലി ചെയ്യിച്ചത്. ആ ജോലി ചെയ്തപ്പോൾ അടിമ പുരുഷന്മാരായിരിക്കുന്നവരെ മേൽത്തട്ടിലെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത് തടയാനായിട്ട് വേണ്ടിയാണ് അവരോടത്ത് അങ്ങനെ ചെയ്തുകൂടാ, നിൽക്കാറുണ്ട് താഴെയുള്ള പുരുഷന്റെ കുഞ്ഞു മേളിലേക്ക് വരും, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ സ്ത്രീകളുടെ തെരഞ്ഞെടുപ്പ് ലോകത്ത് പോകുന്നത് അങ്ങനെയാണ്. അവർക്ക് ഇഷ്ടമുള്ള എന്നാൽ അടിമയായിട്ട് പിടിച്ചോണ്ട് വരുന്നവർക്ക് വേറൊരു കുഴപ്പമൊന്നുമില്ല, മറ്റൊരു ഗോത്രത്തിലുള്ള ആൾക്കാരല്ലേ. അപ്പൊ പുരുഷന്മാർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, അവരെ ഇഷ്ടപ്പെടുന്നതിന് തടസ്സമല്ല സ്ത്രീകളെ സംബന്ധിച്ചോളം. പക്ഷെ ഇവിടെ തട്ട് സമൂഹമാണ്. താഴെ ഒരു കൂട്ടരും മേളിലെ ഒരു കൂട്ടരും, അത് കഴിഞ്ഞിട്ട് മൂന്നാമതൊരു കൂട്ടരെ പിടിച്ചോണ്ട് വരുമ്പോൾ 3 തട്ടാവും. കാരണം തമ്മിൽ ചേരത്തില്ല, ഗോത്രങ്ങൾ വ്യത്യസ്തമായിട്ടേ ജീവിക്കുള്ളൂ. അപ്പോഴാണ് വ്യത്യസ്തമായ വിഭാഗങ്ങളുള്ള രാജ്യങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ പല തട്ടിലുള്ള സമൂഹങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ ഉള്ള പുരുഷന്മാരുമായി മേൽത്തട്ടിലെ സ്ത്രീകൾ ബന്ധം ഉണ്ടാക്കരുതെന്ന് പറയുന്നത് വഴിയാണ് സ്ത്രീകളുടെ ലൈംഗികമായ ചോയ്സ് ഇല്ലാതായത്. അന്ന് തൊട്ട് സ്ത്രീകളുടെ ലൈംഗികത നിയന്ത്രിക്കാൻ തുടങ്ങി. മേൽത്തട്ടിലെ പുരുഷൻ അവന് ഇണയെ
കൂടെ നിർത്തണമെന്നുണ്ടെങ്കിൽ അവന് പലതരത്തിൽ കഴിവുകൾ വേണം. അപ്പോൾ ആദ്യം പാട്ട് പാടുകയും ഡാൻസ് ചെയ്തും ഒക്കെ മതിയായിരുന്നു. പക്ഷേ ഈ കൃഷി സമൂഹത്തിലേക്ക് എത്തിയപ്പോൾ ഒരു ഇണയെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൃഷിഭൂമി ഉള്ളവരായിരിക്കണം. റിസോഴ്സ് എന്ന് പറയുന്ന സാധനം പുരുഷന്മാർക്ക് വേണ്ടി വരും. അതുവരെ അവരുടെ തടിമെടുക്കും, മറ്റുള്ള സുകുമാര കലയിലുള്ള കഴിവുകളൊക്കെ മതിയായിരുന്നു. പക്ഷേ കൃഷിഭൂമി സ്വന്തമായിട്ടുള്ള പുരുഷന് കണിശമായിട്ടും ഇണയെ കിട്ടും. ആ വരുന്ന മെക്കാനിസം വരുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന വ്യത്യാസം ഉണ്ടായത്. അപ്പോൾ എല്ലാ കൃഷിഭൂമിയും, അപ്പോൾ ഓരോ പുരുഷനും എങ്ങനെങ്കിലും കുറച്ച് കൃഷിഭൂമി സാരപ്പെടുത്തി കഴിഞ്ഞാൽ അവന് ഇണയെ കിട്ടും. അപ്പോൾ സ്വത്ത്, അവരവരുടെ സ്വത്ത് ഉള്ള, അപ്പോൾ സ്വത്ത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഇണയെ കിട്ടും എന്നുള്ളതായിരുന്നു ആദ്യം സംഭവിച്ചത്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഇന്ന് പറയുന്ന തരത്തിലുള്ള രാജാക്കന്മാരെല്ലാം ഉണ്ടായി. അവർ കൂടുതൽ സ്വത്തുണ്ടാക്കുന്നവരായിട്ട് മാറുകയും ആ സ്വത്തുണ്ടാക്കുന്നവർ സാധാരണ പുരുഷന്മാരെ സേനകളാക്കി മാറ്റിയാണ് അവർ സ്വത്തുണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ അന്തഃപുരത്തിനകത്ത് 100, 200, 300 ഭാര്യമാരുണ്ടായി. ഇങ്ങനെയാണ് അത് വന്നത്. അപ്പൊ ഏത് പുരുഷനായാലും സ്വത്തുണ്ടെങ്കിൽ മാത്രമേ ഒരു ഇണയെ കിട്ടത്തുള്ളൂ. അപ്പൊ സ്വത്തുള്ള പുരുഷന്മാർക്ക് കൂടുതൽ ഇണകളെ കിട്ടുമെന്ന് കാണുന്നത് വഴി എല്ലാ പുരുഷന്മാരും, അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന നിലവാരത്തിലുള്ള സമൂഹം രൂപപ്പെട്ടത്. ഈ സ്വത്തിന് വേണ്ടി നമ്മൾ ഇത്രയും ബഹളം വെക്കുന്നത് ഇണകളെ കൂട്ടാൻ വേണ്ടിയാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ പുരുഷന്മാർ തമ്മിൽ അടിച്ച് സ്ത്രീകൾക്ക് വേണ്ടി ചാകും എന്നുള്ളത് പണ്ടേ രാജാക്കന്മാർ ആയിരിക്കുന്നവർ കണ്ടെത്തിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവരുടെ അനുയായികളായി അവർ സംഘടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആൾക്കാർ തമ്മിലടിക്കും. അപ്പോൾ അന്നത്തെ ഇതൊക്കെ നമ്മളെടുത്ത് നോക്കിയാൽ മതി. മണ്ണിനും പൊന്നിനും വേണ്ടി പെണ്ണിനും വേണ്ടി എന്നൊക്കെയാണ് അടിക്കാൻ. അപ്പം മണ്ണും പൊന്നും പെണ്ണും എന്നുള്ള വാക്ക് ഒരുപോലെ ഉപയോഗിക്കാം. ഇപ്പം പെണ്ണെന്ന് പറയുന്നത് വസ്തുവായി, അല്ലാതെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരായിട്ട് കാണാതെ പുരുഷപ്രധാനമായ സമൂഹമായപ്പോൾ പുരുഷന്മാർ തമ്മിൽ വഴക്കിടുന്നത് സ്ത്രീകൾക്ക് വേണ്ടി, കനകം മൂലം കാമിനി മൂലം എന്ന് പറയുന്ന ഇതെല്ലാം ഉണ്ടാകുന്ന അങ്ങനെയാണ്. അല്ലാതെ സ്ത്രീകളെ മനുഷ്യരായിട്ട് കാണുന്ന സ്ഥലമില്ലാതായി, പുരുഷന്മാരുടെ വസ്തുക്കളുടെ കൂട്ടത്തിൽ ഒരു വസ്തുവായി പോയി. അതുകൊണ്ടാണ് പണ്ട് സ്ത്രീകളെയൊക്കെ ഇപ്പോഴും നമ്മൾ നോക്കിയാൽ സാധനമെന്നും ചരക്കെന്നൊക്കെയാണ് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. പുരുഷന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പം ആ ഷിഫ്റ്റ് വന്നതോടെ സ്ത്രീകളെ ചോയ്സ് പോയത് അവർക്ക് ഇഷ്ടമുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന, നേരത്തെ അടിമ പുരുഷന്മാരുമായി ബന്ധം ഉണ്ടാക്കാതിരിക്കാൻ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ ഒരു ഞാൻ നമ്മൾ PSC ടെസ്റ്റിന് എടുക്കുന്ന പോലെയാണ്. സ്വയംവരം എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സത്യമല്ല, അവര് നിരത്തി നിർത്തും. യോഗ്യതയുള്ള പുരുഷന്മാർ, കാരണം സ്ത്രീകൾ അത് പറഞ്ഞാൽ ഈ PSC ടെസ്റ്റിൽ എടുക്കുന്ന പോലെയാണ്. നമ്മുടെ റാങ്ക് ലിസ്റ്റില് ആദ്യത്തെ 15 പേരെ അവിടെ നിരത്തി നിർത്തും. ഇതിനകത്തുനിന്ന് തിരഞ്ഞെടുത്താൽ മതി, അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റ് ഇഷ്ടമുള്ള പുരുഷനെ തിരഞ്ഞെടുക്കാൻ പറ്റാതെ. പക്ഷെ സ്വയംവരം എന്ന് പറയുന്നത് ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത് സ്ത്രീകളുടെ എന്തോ ചോയ്സ് ആയിട്ട്, അത് സ്ത്രീകളുടെ ചോയ്സ് ആക്കി മാറ്റുന്നത് ഈ സെലക്ഷൻ മോഡിനകത്ത് നമ്മൾ പറയും ഈ 5 പേര് അല്ലെങ്കിൽ 4 പേരിൽ നിന്ന് അതിനകത്തുനിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബാക്കിയുള്ള പുരുഷന്മാർ തമ്മിലടിക്കാൻ തുടങ്ങി. നമ്മളിപ്പോൾ ശ്രീകൃഷ്ണന്റെ ഒക്കെ കഥയ്ക്കകത്ത്, സുഭദ്രയുടെ കഥയ്ക്കകത്ത് നിങ്ങൾ നോക്കി ഇതെല്ലാം ഞാൻ ഈ പറയുന്നതെല്ലാം കാണാൻ പറ്റും. അപ്പം ആ അടികൾ ഒഴിവാക്കാനായിട്ട് അവസാനം എല്ലാവരുടെ കണ്ടുപിടിച്ചത് കന്യാദാനം എന്നാണ്. അച്ഛനും അമ്മയും കൂടെ തീരുമാനിച്ച് പെൺകുട്ടി ഒരാൾക്ക് കൊടുക്കുക. അപ്പോൾ തമ്മിലടിക്കുന്ന ഒരു പ്രശ്നം അങ്ങ് അതുവഴിയാണ്. അത് കഴിഞ്ഞാൽ ഒരു വിഭാഗം ജനതയ്ക്ക് അകത്ത് തന്നെ അടിക്കാതിരിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന സ്ഥലമായി. അങ്ങനെ വന്നാണ് ഒരാൾക്കൊരു സ്ത്രീ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത്. അതുവരെ സ്വത്തുള്ള പുരുഷന്മാർക്ക് 100 കണക്കിന് ഭാര്യമാർ. അത് ശ്രീരാമന്റെ അച്ഛന് 3 ഭാര്യമാരുണ്ടായിരുന്നത് തമ്മിൽ. അതുകൊണ്ടാണ് ഇളയ സ്ത്രീയുടെ മകന് രാജ്യം കൊടുക്കണമെന്ന് പറയുമ്പോഴാണല്ലോ അവിടെ സംഘർഷം ഉണ്ടായത്. അതിനാണ് ആ കഥ എഴുതുന്നത് തന്നെ. രാമായണം പഠിപ്പിക്കുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീ വരണം എന്ന് പറയുന്ന തരത്തിൽ യുക്തി വരുത്തുന്നതിന് വേണ്ടിയാണ് ആ കഥകൾ എഴുതുന്നത്. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയ വഴിയാണ് ഒരാൾക്കൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കൊരു പുരുഷൻ എന്ന് പറയുന്ന, നമ്മൾ ഇന്ന് പറയുന്ന വിവാഹ സമ്പ്രദായം ആരംഭിക്കുന്നത്. അതുവരെ നമ്മൾ പോയി 10-15 പേര് ഒരു ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർ മാത്രമല്ല, പലതരത്തിലുള്ള ആയുധാഭ്യാസങ്ങളും മിടുക്കും ഒക്കെ കാണിക്കണം. അങ്ങനെ ടെസ്റ്റ് ചെയ്യും.
എന്നിട്ട് മാത്രമേ അതിൽ വിജയിക്കുന്ന പുരുഷന് മാത്രമേ കൊടുക്കുമായിരുന്നുള്ളൂ. അപ്പോഴും ഈ അടിയും വഴക്കും നടക്കുന്ന കാരണം കൊണ്ട് ഇതെല്ലാം ഒഴിവാക്കുന്നതിന് അവസാനം കണ്ടുപിടിച്ച മെക്കാനിസമാണ് ഒരാൾക്കൊരാൾ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കംപ്ലൈൻറ്റ് പറയാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ നമ്മൾ ഈ ജീവി എന്നുള്ള നിലവാരത്തിൽ ഒരാളുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് കുറേ കാലം ഒരാളുടെ കൂടെ ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ളത്. ഇഷ്ടമുള്ളവർ തമ്മിൽ 1-2 കുഞ്ഞുങ്ങളുടെ ഉണ്ടാക്കും, അത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. കാരണം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ജനിതകമായി തന്നെ നമ്മളിലുള്ളതാണ്. വ്യത്യസ്തമായ ആൾക്കാരിലൂടെ വ്യത്യസ്തമായ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ജനിതകമായ വൈവിധ്യങ്ങളോടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ബാക്ടീരിയ വന്നാൽ എല്ലാം ചത്തു. ഇതൊക്കെ ഇങ്ങനെ ജനിതകമായ മേഖലയൊക്കെ അറിഞ്ഞാലേ ഞാൻ ഈ പറയുന്നത് അങ്ങനെ മനസ്സിലാവും. ഇത് നമ്മളെന്തോ കുഴപ്പം കൊണ്ട് പറയുന്നു. അങ്ങനെയാണ് അത് മനസ്സിലായത്. റീസെന്റ് നമ്മൾ ഒരു ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന മൈത്രേന്റെ ഒരു ലാസ്റ്റ് ഇന്റർവ്യൂ, ഐ തിങ്ക് അംബാനിയുടെ ഒരു അല്ല, അത് ഞാൻ ഈ ഇത് തമാശയായിട്ട് നമ്മളത് ഇങ്ങനെ പറയുന്ന അല്ല, ആ ഇന്റർവ്യൂവിൽ ആ ഒരു പോർഷൻ മാത്രമാണ് ഇപ്പോ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പം 50,000 കോടി കാശുണ്ടാക്കുന്ന ആളിന് ആയിരക്കണക്കിന് ഇണകൾ വേണം. അതെ, എന്നാലേ അല്ലെങ്കിൽ ഇയാൾ ഈ കാശുണ്ടാക്കുന്നുണ്ട് എന്ത് പ്രയോജനമാണ്? കമ്പനി നടത്താൻ നമ്മൾ ഈ പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിക്കുകയല്ല, ഇണകളെ ഉണ്ടാക്കി അടുത്ത തലമുറയെ തുടരുക എന്ന് പറയുന്നതല്ല. ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വത്തുണ്ടാക്കുന്ന തെറ്റിദ്ധരിച്ചു പോയ ഒരു ജീവിയാണ് നമ്മൾ. എലോൺ മസ്ക് പോലും അങ്ങനെ ഒരു ചിന്തയിലാണ്. ശരിയായ മണ്ടനാണ് ഇവനല്ല, വേറെ ഒന്നുമല്ല. അല്ല, എലോൺ മസ്കിന് ഉണ്ടല്ലോ ഒരുപാട് ഭാര്യമാരുണ്ട്. അതാ പറഞ്ഞ അയാൾക്ക് ഒരുപാട് ഭാര്യമാരുണ്ടാകുന്നത് മോശമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി അയാളുടെ ബുദ്ധിയും അയാളുടെ ആ ഒരു അതുകൊണ്ടാണ് അവരിലേക്ക് ആകർഷിക്കും. സ്ത്രീകൾ ആകർഷ്ടരായി മാറും. അവര് തമ്മിൽ കോമ്പറ്റീഷൻ, സ്ത്രീകൾ തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല. സ്ത്രീകൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത് ഈ പുരുഷന് വേണ്ടിയുള്ള കോമ്പറ്റീഷനായിട്ട് മാറിയത് ഒരാളെന്ന് പറയുന്ന യുക്തി വന്നപ്പോഴാണ്. 2 സ്ത്രീകൾ തമ്മിൽ ചേരില്ല എന്നും പറയാറില്ല. അല്ല, 2 സ്ത്രീകൾ തമ്മിൽ ചേരില്ലെന്ന് പുരുഷന്മാരാ പറയുന്നത്. അതെ, സ്ത്രീകൾ ഒരിക്കലും പറയില്ല. 2 സ്ത്രീകൾ തമ്മിൽ പുരുഷനെ എല്ലാരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെന്നാണ് ഈ പറയുന്നത്. അത് എപ്പോഴും സ്ത്രീകൾ ചെയ്യുന്നതിന്റെ റീസൺ എന്താണ്? ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നതിനുള്ള റിസോഴ്സ് ഇയാൾ കൊണ്ടുപോയി മറ്റേ ആൾക്ക് കൊടുത്താൽ ഈ കുട്ടിയെ വളർത്താനൊക്കത്തില്ല. കാരണം അവരവരുടെ കുട്ടി അവരവരുടേതാണെന്ന് അറിയുന്നതാണ് സ്ത്രീകൾ. പുരുഷന്മാർക്ക് അത് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ചാരിത്ര്യം വേണ്ടി വന്നത് സ്ത്രീകൾക്ക്. ആണുങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അപ്പൊ അത് ഈ കാരണം കൊണ്ടാണ്. അപ്പൊ ഈ ബയോളജി ഒരു സമയത്ത് നമുക്കിത് മനസ്സിലായാലേ അത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ സ്ത്രീകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഈ റിസോഴ്സസ് അവർ കൊണ്ടുപോയി കൊടുക്കുന്നു എന്നാണ്. ധാരാളം റിസോഴ്സ് ഉള്ള സമയത്ത് ഈ അടി വളരെ കുറയും. അതുകൊണ്ടാണ് രാജാക്കന്മാരുടെ ഭാര്യമാര് അവരെല്ലാവരും കൂടെ അവിടെ ചീട്ടും കളിച്ചിരിക്കുന്ന സ്ഥലത്താണ് കഴിയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയാൽ മതി, ദുബായിലോ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഷേഖുമാർക്കൊക്കെ എത്ര ഭാര്യമാരുണ്ടെന്ന്, അവർക്ക് ഇഷ്ടം പോലെ ഭാര്യമാരുണ്ട്. അവരെല്ലാവരും കൂടെ അവിടെ ഒന്നിച്ച് കഴിയല്ലേ ചെയ്യും. അപ്പൊ അത് ആ സാധനത്തിനകത്ത് വ്യക്തിഗതമായ ഗുണം ഉണ്ടാകുക, അല്ലെങ്കിൽ എൻ്റെ മകന് സ്വത്തിന്റെ ഉടമസ്ഥനായി മാറ്റുന്നു. അതാണ് ശ്രീരാമന്റെ അച്ഛന് പറ്റിയത്. ആദ്യത്തെ ഭാര്യയുടെ മകന് മാത്രമേ സ്വത്ത് കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്ന, രാജ്യ ഭരിക്കാനുള്ള അവകാശം കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നതാണ് അവിടുത്തെ കോൺഫ്ലിക്റ്റ്. അതേ സമയത്ത് 3 ഭാര്യമാരുണ്ടെങ്കിൽ 3 പേരുടെ മക്കൾക്ക് ഓരോ സമയങ്ങളിനകത്ത് ഇത്ര വർഷം നിങ്ങൾ ചെയ്യുവാണ്. നമ്മളിവിടുത്തെ എന്താണ് ഈ മുന്നണി ഭരണത്തിനകത്ത് പ്രസിഡന്റായിട്ട് ഇത്ര നാള് ഒരു പാർട്ടിക്ക്, അത് കഴിഞ്ഞ ബാക്കിയുള്ളവർക്ക് എന്ന് പറയുന്ന തരത്തിൽ ഉണ്ടാക്കുമ്പോൾ പരിഹരിക്കുന്ന സാധനം മാത്രമാണ്. ഇതുപോലെ സ്ത്രീകളുടെ തീരുന്ന ഒരു പ്രശ്നം മാത്രം ഇത്. മറ്റേതങ്ങനല്ല. നമുക്കൊരിക്കലും ഉറപ്പാക്കാൻ പറ്റത്തില്ലായിരുന്നു പുരുഷന്മാർക്ക് അവരുടെ മക്കളുടെ അച്ഛനായിരിക്കുന്നു എന്ന് പറയുന്ന അത് എനിക്ക് തന്നെ എൻ്റെ തന്നെയാണ് എന്നുള്ളത് ഉറപ്പുണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ചാരിത്രവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുഴുവനും വരുന്നത്. പുരുഷന്മാർ തമ്മിലായിരുന്നു യുദ്ധം മുഴുവനും. അല്ലാതെ പുരുഷന്മാർ ഇപ്പം പറയുന്ന സ്ത്രീകൾ തമ്മിൽ ഭയങ്കര വഴക്കാണെന്ന് പറയുന്നത് ഈ മേഖല മനസ്സിലാക്കാതെ സ്ത്രീകളെ മനുഷ്യർ ഇന്ന് ബോൺസായി പോലെ വളർത്തി ഉണ്ടാക്കിയ സ്ത്രീകളാണ് ഈ പറയുന്ന പ്രശ്നം. അവർക്ക് തന്നെത്താൻ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഇതില്ല, സ്വന്തമായി ജീവിക്കാനല്ല, ഈ പുരുഷനെ ആശ്രയിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്ന സ്ഥലത്താണ്. സ്വയം ജീവിക്കാൻ കഴിയാത്ത സ്ത്രീകളെ ഉൽപ്പാദിപ്പിച്ചിട്ട് അവർ തമ്മിൽ പിടി കൂടുന്നു എന്ന് പറയുന്ന സാധനമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള കഴിവില്ല, വിവാഹമാണ് സ്ത്രീകളുടെ സ്വപ്നമാക്കി മാറ്റി. അവരുടെ വരുമാന മാർഗം പുരുഷനെയാണ്.
അങ്ങനെയാണ് വരുന്നത്. ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളെ കല്യാണം കഴിക്കുക, അതെ, അതാണ് അവരുടെ പുരുഷനാണ് dream വരുമാന മാർഗം, ജീവിക്കാനുള്ള ഉപാധിയായിട്ട് ജീവിക്കാൻ. മറ്റേതങ്ങനല്ല, കുഞ്ഞിനെ ഉണ്ടാക്കുന്ന വ്യക്തിക്കകത്തല്ല, ജീവിക്കാനുള്ള ഉപാധിയായിട്ട് പുരുഷനെ മാറ്റിയത് വഴിയാണ് ഈ സ്ത്രീകൾക്ക് കഴിവില്ലാത്തവരായി മാറുന്നത്. അല്ലെങ്കിൽ എന്താണ്, എല്ലാ ഗോത്രത്തിനകത്തും സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് അവിടെ സിംഗിൾ മദർ അല്ല, അവർ മദേഴ്സാ. സിംഗിൾ മദർ എന്ന് പറഞ്ഞ കൺസെപ്റ്റൊക്കെ നമ്മൾ വരുന്നത് രണ്ടുപേര് ചേർന്നാണ് കുഞ്ഞിനെ ഉണ്ടാക്കുന്ന ഒരു പിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് സിംഗിൾ മദർ എന്ന് പറയുന്നത്. അതല്ല ഗോത്രത്തിനകത്തെ സ്ത്രീ. അവരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നതിന് അതിനെ LKG വിടണ്ട, UKG വിടണ്ട, എഞ്ചിനീയറിംഗ് കോളേജ് വിടണ്ട, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ കൂടെ നടന്ന് തേനെടുക്കാനും മീനെ പിടിക്കാനും ആമയെ പിടിക്കാനും എന്താണ് പഴങ്ങൾ പറിക്കാനും ഒക്കെ പഠിച്ചാൽ മതി. അത് പഠിപ്പിക്കുന്നതിന് ഏത് സ്ത്രീക്കും പറ്റും. അപ്പൊ ഒരു കൂട്ടം സ്ത്രീകൾ കുഞ്ഞുങ്ങളുമായി നടക്കുന്നതാണ് പണ്ടത്തെ ഗോത്രം. അവിടെ ഗർഭം ധരിപ്പിക്കാൻ കുറച്ച് പുരുഷന്മാരും ഉണ്ടാവും. അവർ വേട്ടയാടിക്കൊണ്ട് ചിലപ്പോൾ അപ്പോൾ ആ വേട്ടയാടി ഇറച്ചിയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവരപ്പോൾ സ്ത്രീകൾക്ക് അവരോട് ഇഷ്ടം തോന്നും. അപ്പോൾ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. ഇത്രയും ലളിതമായി ജീവിച്ചിരുന്ന ലോകത്തു നിന്ന് നമ്മൾ സ്ട്രക്ചർ ചെയ്തുണ്ടാക്കിയെടുത്ത ആണിനെയും പെണ്ണിനെയും ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് പറയുന്ന നിലവാരത്തിലുള്ള ഭയങ്കര അസൂയാണ് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ. പുരുഷന്മാരാണെന്നെങ്കിൽ സ്ത്രീകളെ പൂട്ടിയിട്ടിട്ട് പോയിട്ടാണ് ബാക്കി കഥ പറയുന്നത്. ഈ പറയുന്ന പാർട്ടികളാണ് ഇവർക്ക് അസൂയാണെന്ന് പറയുന്നത്. നമ്മൾ നോക്കിയാൽ മതി, 100 കണക്കിന് സ്ത്രീകൾ കൊല്ലപ്പെടുന്നതിനകത്ത് ഒരു സ്ത്രീ ഒരു പുരുഷനെ കൊന്നാൽ അതാണ് ന്യൂസ്. അതുകൊണ്ടാണ് അത് ന്യൂസ് ആകുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് യാതൊരു വരുമാന മാർഗവും ഉണ്ടാകാതെയും സ്വന്തമായി ജീവിക്കാൻ അനുവദിക്കാത്തതായിട്ടുള്ള സ്ത്രീകളെ ഉൽപ്പാദിപ്പിച്ച് നിസ്സഹായരാക്കിയതിന് ശേഷം അവരുടെ വരുമാന മാർഗമായിരിക്കുന്ന ആൾ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്ന കഥയിൽ പറയുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് കുടുംബങ്ങളിൽ പറയുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ സംവിധാനങ്ങളിലൂടെ രൂപപ്പെട്ട പുത്തൻ സ്ത്രീയാണ്. അസൂയുള്ളതും തമ്മിലടിപ്പിക്കുന്നതും കടിപിടി കൂടുന്നതും തലയണ മന്ത്രം പഠിപ്പിക്കുന്നതും എല്ലാം ആയിരിക്കുന്ന സ്ത്രീയെ പുരുഷന്മാരെ സൃഷ്ടിച്ചത്. അത് ഈ പറയുന്ന സിസ്റ്റം പ്രണയത്തിൽ പോലും ഇപ്പൊ അങ്ങനെ ഒരു അതാ പ്രണയത്തിനകത്ത് സ്ത്രീകൾ തിരഞ്ഞെടുക്കാൻ ഒന്നും അനുവദിച്ചിട്ടില്ല. പുരുഷൻ പ്രണയിച്ചാൽ നമ്മൾ പ്രണയിച്ചോണമെന്നാണ്. പുരുഷൻ പ്രണയിച്ചോ അവൻ കൊള്ളത്തില്ല വേണ്ടാന്ന് തീരുമാനിക്കാനായിട്ട് അവകാശമില്ല എന്നുള്ള. സ്ത്രീകളെ സംബന്ധിച്ചോളം അവർക്കുണ്ടാകുന്ന എല്ലാ കുഞ്ഞിനെയും വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം സ്ത്രീകൾക്ക് വരും. കാരണം വേറെ ആരും ഇല്ല അത് നോക്കുന്നത്. പുരുഷന് അധ്വാനിച്ച് അന്വേഷിച്ച് കുറച്ച് കാശ് കൊടുത്തിട്ട് ഇഷ്ടമുള്ളടുത്ത് പോയാൽ മതി. കുട്ടിയെ 24 മണിക്കൂർ നോക്കേണ്ടതുണ്ട്. അല്ലാതെ കുറച്ച് കാശ് കൊടുത്താൽ അധ്വാനിച്ച് കൊടുത്താലൊന്നും ഈ കുട്ടിയെ നോക്കി തരത്തില്ല. 24 മണിക്കൂർ നോക്കപ്പെടേണ്ടതാണ്. മാറി നിൽക്കാനൊക്കത്തില്ല. അത്രത്തോളം ടൈഡപ്പായി മാറുന്ന ഒരു വർക്ക് അതിനകത്തുണ്ട്. ഇതുകൊണ്ടാണ് സ്വത്തുള്ള പുരുഷനെ അന്വേഷിക്കുന്നിടത്തേക്ക് സ്ത്രീകൾ മാറുന്നത്. കുട്ടിക്കാലം നീണ്ട കുഞ്ഞുങ്ങളുണ്ടായി. കുട്ടിക്കാലം നീണ്ട കുഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ, മറ്റേതൊരു 3 വയസ്സ് 4 വയസ്സാകുമ്പോഴത്തേന് മറ്റുള്ള കുട്ടികളുമായിട്ട് കളിച്ചു പോകുന്ന ഒരു ഗോത്രത്തിനകത്ത് കഴിഞ്ഞിരുന്നതാണ്. അത് കഴിഞ്ഞാൽ കുഞ്ഞിനെ സത്യത്തിൽ ഈ അമ്മയ്ക്ക് നോക്കേണ്ട ആവശ്യമില്ല. തന്നെ വളരുന്ന മറ്റുള്ളവരെ തന്നെ എന്ന് പറഞ്ഞാൽ താനെ ഒരു കുഞ്ഞു വളരുന്നില്ല. അഡൽട്ട് ആയിരിക്കുന്ന മറ്റുള്ളവർ ചേർന്നും കൂടെ ആണ് കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നത്. ഇത് നമ്മൾ ഈ പറയുന്ന ന്യൂക്ലിയർ ഫാമിലി, ഒരാൾ മതി എന്ന് പറഞ്ഞ ഫാമിലിയിൽ എത്തിയപ്പോഴത്തേന് 24 മണിക്കൂറും ഈ കുഞ്ഞിനെ നോക്കുന്നവരായിട്ട് ഇവർ മാറേണ്ടി വരും. വേറെ ഒരു വഴിയില്ല. കുട്ടിയുടെ കൂടെ ടൈഅപ്ഡായി പോകും. അപ്പൊ വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ പഠിക്കാനായിട്ട് നമ്മൾ കോളേജിൽ പോകണമെന്ന് വിചാരിച്ചാൽ കുഞ്ഞിനുമായിട്ട് പോയാൽ കുഞ്ഞവിടെ കരിഞ്ഞാൽ മറ്റുള്ളവർക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഇത് കാരണം കൊണ്ട് അങ്ങനെയുള്ള എല്ലാം നിഷേധിക്കപ്പെട്ടു പോയവരാണ്. അപ്പൊ ഈ സ്ഥലത്ത് ആശ്രയിക്കുന്നത് പുരുഷനെ മാത്രമായി മാറ്റുന്ന സ്ത്രീകളെ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് അവർക്ക് വേറൊരു ഓപ്ഷനും ഇല്ലാതാക്കുമ്പോഴാണ് പുരുഷൻ വേറെ ആരെങ്കിലുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നത് തടസ്സമായിട്ട് വരുന്നത്. കാരണം ഇവർക്ക് കിട്ടേണ്ട റിസോഴ്സസ്, ഇവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ, അറ്റൻഷന്, അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഇത് എന്താണ് സ്നേഹബന്ധങ്ങൾ, പരിചരണങ്ങൾ, ഇതെല്ലാം വേറൊരാൾക്ക് കൊടുത്തു പോകുന്നു എന്ന് കാണുന്നതുകൊണ്ടാണ് വഴക്കാകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ സ്ത്രീ ഉണ്ടാക്കിയത്. മറ്റേതങ്ങനല്ല. പുരുഷനെ ഈ 1-2 കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ പുരുഷനും പിന്നെ വേണ്ട ആവശ്യം പോലും ആ സ്ത്രീകൾക്ക് വരത്തില്ല. സ്വാഭാവികമായിട്ട് അവർ വിട്ടുപോകും. അപ്പൊ സിംഗിൾ മദർ ആയിട്ട് കഴിഞ്ഞിരുന്നവരാണ്. ഗോത്രത്തിനകത്ത് ഒരു കൂട്ടം സ്ത്രീകൾ വളർത്തുന്ന ഒരു കൂട്ടം കുട്ടികളാണ്. അത് പല പ്രായത്തിലുള്ളവരാണ്. അവർ പരസ്പരം നോക്കി വളരുന്നതാണ്. അല്ലാതെ ഈ അച്ഛൻ എന്ന് പറയുന്ന ആള് രാവിലെ എണ്ണീറ്റ് കുഞ്ഞിനെ പരിചരിക്കുന്ന ഒരു മെക്കാനിസം ഇന്നില്ല. അന്ന് ഒരു സമയത്തും ഇല്ല. ഇന്നാണ് നമ്മൾ ന്യൂക്ലിയർ ഫാമിലി ഉണ്ടായപ്പോഴാണ് പുരുഷന്മാർ ഈ പണിയൊക്കെ എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പൊ അവർ പുറത്ത് പോയി പണിയെടുക്കണം, ഇതും ചെയ്യണമെന്ന് വരുമ്പോഴത്തേന് അതിന്റെ പ്രശ്നം അവർ അനുഭവിക്കണം. അപ്പൊ നമ്മളിപ്പോൾ തുല്യരായ പുരുഷനും സ്ത്രീയും ഉണ്ടാക്കണമെന്ന് ആലോചിക്കുന്ന സമയത്ത്
ഇത് മുഴുവൻ ഷെയർ ചെയ്യുന്ന സ്ഥലത്ത് അപ്പോഴാണ് സാമൂഹികമായ വിജയങ്ങൾക്ക് തടസ്സമായി ഈ കുടുംബത്തിനെ അവർ കാണാൻ തുടങ്ങുന്ന സ്ഥലത്തെത്തി. സ്ത്രീകൾ നമ്മളെ തളച്ചിടുകയാണ്, പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല, എനിക്ക് കൂട്ടുകൂടാൻ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന മുഴുവൻ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പൊ ഇന്ന് നമ്മൾ പറയുന്ന സ്ത്രീ പുരുഷന്മാരെന്ന് പറയുന്നത് മനുഷ്യരുണ്ടാക്കി, ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത. അപ്പൊ ഈ വിവാഹം എന്ന് പറയുന്നത് രണ്ട് പുരുഷന്മാർ തമ്മിൽ അടിച്ചാൽ ഒരു രാജാവിന്റെ കീഴിലുള്ള പട്ടാളക്കാരായിട്ടോ അല്ലെങ്കിൽ കിങ്കരന്മാരായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സേനാപതികൾ, ജൂനിയർ സേനാപതിയും സീനിയർ സേനാപതിയും തമ്മിൽ അടിച്ചാൽ ഒരു സേനാപതി കൊല്ലപ്പെട്ടു പോകും. അപ്പോഴാണ് രാജാക്കന്മാർക്ക് മനസ്സിലായി ഈ പണി ഉണ്ട്, എല്ലാവർക്കും ഒരു ഭാര്യയെ കൊടുക്കാന്ന് പറയുന്ന അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അങ്ങനെ അറേഞ്ച്ഡ് മാരേജ് ഈ രണ്ട് പുരുഷന്മാർ തമ്മിൽ അടിച്ച് ചാകാതിരിക്കാൻ വേണ്ടിയുള്ള ഇൻഷുറൻസ് ആയിട്ട് എല്ലാവർക്കും ഒരാളെ ഞാൻ തന്നിട്ടുണ്ട് എന്ന് പറയുന്നതിന് സാക്ഷ്യപത്രത്തിൽ ഒപ്പിടിപ്പിക്കുന്നത് കൊണ്ടാണ്. അതിനകത്ത് സാക്ഷികളെ നിർത്തത്തില്ലേ, എന്നിട്ട് മാരേജ് കോൺട്രാക്ട് ഇല്ലേ, രാജാവിന് കാശും കിട്ടണം. ഇവർ രണ്ടുപേരും തമ്മിൽ ബന്ധം ഉണ്ടാക്കുന്നതിനകത്ത് നിന്ന് കാശും വേണം. അതിനാണ് 50 രൂപ പത്രത്തിനകത്ത് ചെയ്യിക്കുകയും ചെയ്യും. അപ്പൊ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത് സ്വാഭാവികമായി മനുഷ്യരുടെ ലോകമൊന്നുമല്ല, നമ്മളുണ്ടാക്കിയതാണ്. നമ്മൾ നിയമമാക്കി, അങ്ങനെയാണ് നിയമം. അപ്പൊ നിയമം ഒരു അവിഹിത ബന്ധം എന്നുള്ള വാക്കൊക്കെ വന്ന അങ്ങനെയാണ്, അതാണ് അവിഹിതമായിട്ട് മാറിയത്. ഇതിനപ്പുറത്തേക്കും മറ്റൊരാളിലോട്ട് വേറെ പോയിക്കൂടാ, പോയാൽ അത് അവിഹിതം. കള്ളക്കടത്ത് എന്നുള്ള വാക്കുണ്ടാകുന്നതാണ്. ഒരു പ്രദേശത്തുള്ള സാധനങ്ങൾ ഒരു കൂട്ടർ ഉണ്ടാക്കുന്നത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെ വന്ന് ഇത് കൊടുക്കണമെങ്കിൽ എനിക്ക് ടാക്സ് തരണമെന്ന് പറയുന്നത് കൊടുക്കാതെ ആക്കിയത് ചെയ്യുന്നതിനാണ് കള്ളക്കടത്ത്. ഇതുപോലാണ് അവിഹിതവും. കാശ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ പറയുന്നത്, ചുങ്കം കൊടുത്തിട്ടില്ലെന്നേ പറയുന്നത്, അല്ല വേറെ അർത്ഥമൊന്നും അതിനില്ല. രാജാവിന് കാശടച്ചാൽ 3 ഭാര്യമാരല്ല 15 അല്ല 25 അവർ അനുവദിക്കും. അത് മാറി ഇപ്പൊ നമ്മൾ ജനാധിപത്യ സമൂഹം ഉണ്ടാകുമ്പോഴാണ്, വ്യക്തികളൊക്കെ ഉണ്ടായ സമയത്താണ് ഈ പറയുന്ന പഴയ മൂല്യവും ഇതും തമ്മിൽ ഇപ്പോഴും മനസ്സിലാകാതെ ആൾക്കാർ പോകുന്നു. രണ്ടുപേര് തമ്മിൽ ഇഷ്ടമുള്ളപ്പോൾ ഒന്നിച്ച് ജീവിച്ച് ചെയ്യേണ്ട പ്രവൃത്തികൾ എന്നുള്ളത് കവിഞ്ഞ് വേറെ മീനിങ് ഒന്നും അതിനില്ല.